വൈപ്പിൽ നിന്ന് വലക്കേന്ന് മീൻ മേടിച്ചിട്ട് ചീനവലയിൽ നിന്ന് മീൻ മേടിച്ചിട്ട് കറി വെക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് വലക്കേ ചെന്നിട്ട് നമുക്ക് മീൻ കിട്ടുമോ ഇല്ല എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. വെൽക്കം ടു ഫുഡ് ആൻഡ് സഫാരി ചാനൽ. നമ്മൾ കാണുന്നത് വൈപ്പമ്പള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ പറഞ്ഞ ചീനവല. ഞാനിപ്പോൾ നിൽക്കുന്നത് കായ്സ് ഹോട്ടലിന് മുമ്പിലാണ്. വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാനിലായിരുന്നില്ല. അപ്പോൾ കായ്സ് ഹോട്ടൽ കണ്ടപ്പോഴത്തേക്കും ഒരു കാര്യം ഓർമ്മ വന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഫിഷ് ബിരിയാണി. അപ്പോൾ ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു സൂപ്പർ ഫിഷ് ബിരിയാണിയാണ്. അത് ഇപ്പം അവിടെ ആ ഫിഷ് ബിരിയാണി നമുക്ക് കിട്ടാനില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തി, നല്ല മീൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. അങ്ങനെയാണ് അവിടുന്ന് പറഞ്ഞ് കേട്ടത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും. അപ്പോൾ എനിക്ക് ആ മീനിൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോഴത്തേക്കും എന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ടൊരു മീൻ കറി കഴിക്കാനായിട്ടൊരാഗ്രഹം. അപ്പോൾ നമുക്കിപ്പം മീൻ കിട്ടുന്നത് ചമ്പക്കരയിലും വരാപ്പുഴയിലാണ്. അല്ലാതെ നമുക്ക് ഫ്രഷായിട്ട് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈപ്പിനിൽ നല്ല വലക്കയിൽ മീൻ കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ നമ്മളൊന്ന് വൈപ്പിൻ വരെ ഒന്ന് പോയി നോക്കാൻ വേണ്ടിയാണ് മീൻ കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ കായ്സിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ കഴിക്കുന്ന മട്ടൻ ബിരിയാണി നിങ്ങൾ ഓർഡർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മട്ടൻ്റെ ലിവർ റോസ്റ്റും ഉണ്ട്. അതൊരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഓർഡർ ചെയ്തൊന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ നമുക്കൊന്ന് വൈപ്പിലേക്ക് പോയിട്ട് മീൻ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെ ടൈമിങ് അവിടുത്തെ ബാലികടന ടൈമിങ് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ നേരെ വൈപ്പിലേക്കാണ് പോണത്. നമ്മളിപ്പോൾ എറണാകുളം അമ്പലത്തിൻ്റെ മുമ്പിലാണ്. അവിടെ നിന്ന് നേരെ വൈപ്പിലേക്ക് ചെന്നിട്ട് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മീൻ കറിയും വെക്കാം. അതിൻ്റെ കൂടെ തന്നെ മീൻ വറുക്കാനായിട്ടുള്ള പരിപാടി കൂടി നോക്കാം. എന്തായാലും ബാക്കി നമുക്ക് വൈപ്പിന് ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കാണാം. ഹൈക്കോട്ട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ ചാത്തിയാത്ര റോഡ്, ഹൈക്കോട്ട് മുമ്പേ കൂടി ചാത്തിയാത്ര റോഡിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് വൈപ്പിൽ പോകേണ്ടത്. ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. അത് കാണുന്നത് പ്രസ്റ്റീജിൻ്റെ ഫ്ലാറ്റാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റാണ് നമുക്ക് വൈപ്പിൻ. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളൊരു ചെറിയൊരു സ്ഥലം കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ റൈറ്റ് LMCC സ്കൂൾ റോഡാണ്, ചാത്തിയാത്ര റോഡ്. ആ റോഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ കയറാൻ പോകുന്നത്. അവിടെ വലിയതായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയൊരു സംഭവമാണ്. വൈകിട്ട് സമയങ്ങളിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഈ ഒരു ചെറിയൊരു ഏരിയയാണ് കാണുന്നത്. അവിടെ ഒരു പുഴയുടെ വേമ്പനാട്ട് കായലിൻ്റെ ഒരു പാത്തിൻ്റെ ഒരു സൈഡിലായിട്ട് വരും. ഇവിടെ നമുക്ക് വൈകിട്ട് സമയങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണത്. ഇവിടെ ഇടയ്ക്ക് ആൽബം, സിനിമ അങ്ങനെയുള്ള ഷൂട്ടിങ്ങുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് റോഡിൽ. ഇതാണ് സ്ഥലം. നമ്മൾ ഹൈക്കോട്ടിൽ നിന്ന് നേരെ ചാത്തിയാത്ര റോഡ്. ഇവിടെ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ചെല്ലുന്നത് LMCC സ്കൂൾ ചാത്തിയാത്ത് പള്ളിയുടെ സൈഡിലായിട്ട് വരും നമ്മൾ ചെന്ന് കയറുന്നത്. ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ പണിയുണ്ട്. അപ്പോൾ ഈ കാണുന്ന വേമ്പനാട്ട് കായൽ ഭാഗമുള്ള ഇതാണ് നമ്മുടെ ചാത്തിയാത്ത് പള്ളിയുടെ പുറകുവശത്തായിട്ട് വരുന്ന സ്ഥലമുണ്ട്. ഇവിടെ രാത്രി വൈകിട്ട് സമയങ്ങളിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവിടെ പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ജിമ്മിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ
നേരെ ഇനിയിപ്പോൾ വൈപ്പിനിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഗോശ്രീ പാലമാണ്. ഗോശ്രീ പാലം വഴി ആണ് നമ്മൾ വൈപ്പിനിലേക്ക് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് റോഡ് വഴി വരാം. പിന്നെ അത് കൂടാണ്ട് നമുക്കിപ്പോൾ ഈ ഗോശ്രീ പാലം ഈ എറണാകുളത്ത് ഈ പാലം കയറി വരാം. അത് കൂടാതെ നമുക്ക് കണ്ണയാർ റോഡ് വഴി വന്നിട്ട് ബോൾഗാട്ടിയിലെത്തിയിട്ട് ബോൾഗാട്ടിയിൽ നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞാലും വൈപ്പിനിലേക്ക്. പിന്നെ അത് കൂടാതെ വേറൊരു വഴി എന്ന് പറഞ്ഞത് പറവൂർ വഴി വരാം. പറവൂർ വന്നിട്ട് പറവൂർ നായരമ്പല ഞാറക്കിലെ വഴി നേരെ വന്നു കഴിഞ്ഞാൽ വൈപ്പിനിലേക്ക് നമുക്ക് എത്താം. നമുക്ക് 2 റോഡ് മാർഗവും പിന്നെ ഒരു വെള്ളത്തിൻ്റെ മാർഗമാണ് നമുക്ക് വൈപ്പിനിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോൾഗാട്ടിയിലാണ്. ഇവിടെ ബോൾഗാട്ടി ലുലുവിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുമ്പിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണേർ റോഡാണ്. കളമശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 17 കിലോമീറ്റർ ദൂരമാണ് ഈ കണ്ണേർ റോഡ്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് വൈപ്പിനിലേക്ക് എത്താം. അപ്പോൾ ഇതാണ് എൻട്രൻസ്, പള്ളിയിലേക്കുള്ള എൻട്രൻസ് ആണ്. നടന്നാണ് വല്ലരോടും പള്ളി വൈപ്പിനിലേക്കുള്ള ലാസ്റ്റ് പാലമുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ബോട്ടുകളൊക്കെ കാണാം. ബോട്ട് അവിടെ കടലിലേക്ക് പോകുന്നു. ബോട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത്. മത്സ്യബന്ധന ബോട്ടാണ്. ആ ഒരു സൈഡിൽ കാണുന്നത് സൈഡിൽ കാണുന്ന ഹാർബറാണ്. നമ്മൾ വൈപ്പിൻ ഹാർബറാണ്. അവിടെ വള്ളങ്ങൾ ബോട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് മീൻ ലേലം വെച്ച് പല ഭാഗങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടുന്ന് മുനമ്പം അതുപോലെ തന്നെ മംഗലാപുരം ഭാഗത്തു നിന്നുള്ള ഒരുപാട് മീൻ വണ്ടികൾ ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ ഇറക്കി ഇവിടെ നിന്നാണ് ലേലം വിളിച്ച് പല സ്ഥലങ്ങളിലേക്കും സംഭവം പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ബോട്ടുകളൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്ന ബോട്ടുകളാണ്. ഈ കാണുന്നതാണ് നമ്മൾ വൈപ്പിൻ ഹാർബർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലേലം വിളിച്ചിട്ടൊക്കെ മീൻ കൊണ്ടുപോകുന്നത്. അതായത് ഓരോരോ പങ്കായിട്ട് നിങ്ങൾക്ക് വന്ന് ലേലം വിളിക്കുക. അതിപ്പോൾ ക്രേറ്റ് ആണ്. ഈ ക്രേറ്റ് കണക്ക് അല്ലെങ്കിൽ കിലോ കണക്ക് അല്ലെങ്കിൽ പങ്ക് ആ ഒരു ഇതിൽ ഈ കാണുന്നതാണ് നമ്മുടെ വൈപ്പിനിലെ മീൻ കിട്ടുന്ന ഏരിയയാണ് ഈ കാണുന്നത്. റൈറ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന മീനാണ്. പ്രത്യേകിച്ച് മംഗലാപുരം, കാസർഗോഡ് അങ്ങനെയുള്ള ആ ഭാഗത്തു നിന്ന് വരുന്ന മീൻ ആണ് അവിടെ. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ LNG ടെർമിനലാണ്. ഇതാണ് സർക്കിളാണ്, വൈപ്പിൻ സർക്കിളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് പോയി കഴിഞ്ഞാൽ പറവൂർ പോകാം, നായരമ്പലം നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് LNGയുടെ അവിടെ നിന്ന് നമുക്ക് പുതുവൈ ബീച്ചിലേക്ക് പോകാം. അടിപൊളി ബീച്ചുണ്ട്. ബീച്ച് കാർണിവലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ബീച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റാണ് കയറിയിരിക്കുന്നത്. ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നേരെ വൈപ്പിനാണ്, എൻഡാണ് അവിടെ. നമ്മളിപ്പോൾ വൈപ്പിൻ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമുക്ക് ഒരു പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള വഴി അത് കയറിയിട്ട് നമുക്ക് നേരെ മീൻ ചീനവല്ലയുടെ അടുത്തേക്ക് പോകണം. അവിടെ മീൻ ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് മീൻ കറി വെക്കാം. അതുപോലെ തന്നെ എന്ത് മീനാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ എന്തെങ്കിലും ഒരു നമുക്ക് റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതാണ് വൈപ്പിൻ റോഡാണത്. കൊച്ചിയിലേക്ക് പോകുന്ന വഴിയാണത്. ചെന്നിട്ട് ജൻകാറിന് അല്ലെങ്കിൽ റോറോന് നമുക്ക് നേരെ നമുക്ക് വൈപ്പിനിൽ നിന്ന് നമുക്ക് കൊച്ചിയിലേക്ക് പോകാവുന്നതാണ്. ഹൈവേ ആണ് ഇത്. നമുക്ക് നേരെ ഇപ്പം നമുക്ക് കൊടുങ്ങല്ലൂരോടൊക്കെ പോകുന്ന ഹൈവേ ആണ്. പറവൂർ എന്നിട്ട് അവിടെ നിന്ന് ആ വഴിക്കാണ് നമ്മൾ എന്താണ് മംഗലാപുരം ഹൈവേയിലോട്ടൊക്കെ നമുക്ക് അതായത് പൊന്നാനി ഭാഗത്തോട്ടൊക്കെ പോകാനായിട്ടുള്ള ഇതിലേക്ക് ചെന്ന് കയറാം നമുക്ക് ഈ റോഡ് തന്നെ. തീരദേശ ഹൈവേ ആണിത്. നമ്മളിപ്പോൾ വൈപ്പിൻ ഫെറിയിലേക്ക് എത്താറായി. 200 മീറ്ററും കൂടി ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നേരെ നമ്മൾ പള്ളിയുടെ സൈഡിലൊരു വഴിയുണ്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് കയറണം. റൈറ്റാണ്, ചെറിയൊരു വഴിയാണ്. അപ്പോൾ വൈപ്പിനിൽ ചെന്നിട്ട് വൈപ്പിനിൽ നിന്ന് വലക്കയിൽ നിന്ന് മീൻ മേടിച്ചിട്ട് ചീനവലയിൽ നിന്ന് മീൻ മേടിച്ചിട്ട് കറി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിത് വൈപ്പിനിലെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ലേഡി ഓഫ് ഹോപ്പ് എന്നാണ് ചർച്ചിൻ്റെ പേര്. ഈ ചർച്ച് ഏകദേശം ഒരു 415 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണിത്. അപ്പോൾ പള്ളിക്ക് ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് ചീനവല ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മീൻ മേടിച്ചിട്ട് ഒരു കറി വെക്കാം. അപ്പോൾ അതിനായിട്ടൊരു പരിപാടിക്കാണ് നമ്മൾ വൈപ്പിനിലേക്ക് വന്നേക്കുന്നത്. നമ്മൾ മലക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ മീൻ കിട്ടുമോ ഇല്ല എന്നുള്ളത് ഇറങ്ങി നോക്കാം.
ഇത് കടമ്പ് എന്ന് പറഞ്ഞാൽ 200 രൂപ മുതൽ 500 വരെയും കൊടുക്കണ്ടേ. പല സൈസാണല്ലോ കടമ്പ്. തിരുത മുട്ടയുള്ളതാണെങ്കിൽ 700 രൂപ, മുട്ടയില്ലാത്തതാണെങ്കിൽ 600 രൂപ. ഡിസംബറിലാണ്? ഡിസംബർ അല്ല, അടുത്ത മാസമാണ് സീസൺ ശരിക്കും. അടുത്ത മാസം. പിന്നെ വേറെ എന്താ ചെമ്മീൻ എന്തെങ്കിലും കിട്ടാറുണ്ടോ? ചെമ്മീൻ കുറവാണ്, എന്നാലും രാത്രിയൊക്കെ വലിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ചെമ്മീൻ. ഇപ്പം 500 രൂപയുടെ കടമ്പണയും മേടിച്ചേക്കുന്നത്. ഏകദേശം ഒരു കിലോയിൽ കൂടുതൽ സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നാൽ മതി. ഇതിപ്പോൾ അപ്പുറത്തേക്ക് കാണുന്നത്, ആ ഒരു സൈഡിൽ കാണുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ചീനവല കാണാം. അപ്പോൾ ഈ കാണുന്ന ആ ഒരു ഷെഡ്, ഇതൊക്കെ പുതിയതായിട്ട് പണിത വലകളാണ് കാണുന്ന 3 എണ്ണം. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈപ്പിൽ 400 വർഷം പഴക്കമുള്ള അവർ ലേഡി ഓഫ് ചർച്ച് പള്ളിയുടെ മുമ്പിലാണ്. ഞാൻ അവിടെ എൻ്റെ മുമ്പിലെ വലയ്ക്ക് ഞാൻ മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവർ ലേഡി ഓഫ് ചർച്ച്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് ചീനവല വരുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ഒരു കുക്കറി വീഡിയോയുടെ ഭാഗമായിട്ട് ഞാനൊന്ന് മീൻ കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് വൈപ്പിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതൊന്നുമല്ല, മീൻ കിട്ടുമോ ഇല്ല എന്നൊരു നോക്കാനാണ് വന്നത്. അപ്പോൾ നമുക്കിന്ന് മീൻ കിട്ടി. കറക്റ്റ് ടൈമായിരുന്നു വലയിട്ടതിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ തിരിച്ച് പോകണതാണ്. അപ്പോൾ ഇത് പള്ളിയുടെ സൈഡിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറും. അപ്പോൾ ഞാൻ ഒന്ന് ജെട്ടിയും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വൈപ്പിൻ റോറോ ജെട്ടി ഏത് ഭാഗത്താണെന്നുള്ളത്. അപ്പോൾ ഒന്ന് അവിടെ കൂടി കയറിയിട്ട് ആ ഒരു വഴി നമുക്കൊന്ന് തിരിച്ച് ആ സർക്കിളിൽ അവിടെ ചെന്നിട്ട് അവിടെ നമുക്ക് തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ റോഡിലേക്കാണ് കയറണത്. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് വൈപ്പിൻ ബോട്ട് ജെട്ടി. ഈ കാണുന്ന വഴി നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് KSRTC ബോട്ടിൻ്റെ ബോട്ട് ജെട്ടിയിലേക്ക് നമുക്ക് പോകാം. KSINC ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റോറോ ജെട്ടി. ഇവിടെ നിന്നാണ് റോറോ നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിക്ക് മുന്നിട്ടുള്ള റോറോ ഇവിടെ നിന്ന് കിട്ടും. അതായത് നമ്മുടെ വൈപ്പിൻ ബസ് സ്റ്റാൻഡാണ്. അവിടെ ഒരുപാട് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, യൂസ് ചെയ്യാനായിട്ടുള്ള കടകൾ. നമുക്ക് ഈ കാണുന്ന സ്ഥലമാണ് വൈപ്പിൻ, പ്രോപ്പർ വൈപ്പിൻ. ഇവിടെ നിന്ന് നമുക്ക് ആ മല കാണുന്ന സൈഡ് വഴി കയറി നമുക്ക് പലരുടെ മുകളിലേക്ക് നടന്ന് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് വൈപ്പിനിൽ നിന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ച് ക്ലിയർ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമുക്ക് വൈപ്പിനിൽ നിന്ന് കിട്ടിയ മീനാണിത്. അപ്പോൾ ഇത്രയും മീൻ നമുക്ക് കിട്ടി. 14 മീനോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടത്തരം കണമ്പാണ് മീൻ. നല്ല മുട്ടയുള്ള ഇത് മുട്ടയുള്ള മീൻ, 4 മുട്ടയുള്ള മീനുണ്ട്. ഇതൊക്കെ മുട്ടയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഈ മീൻ പകുതി നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ട് മുളകുപൊടി ഒരു അടിപൊളി കറിയും വെക്കാം. ബാക്കി പകുതി നമുക്ക് ഫ്രൈയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നെല്ലാം വെട്ടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക്
കുക്കിങ്ങിലേക്ക് പോകാം. മീനെല്ലാം കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു 6 മീൻ ഞാൻ വലുത് നോക്കിയിട്ട് വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് പാല് തേങ്ങാപ്പാൽ വെച്ചിട്ട് കറി വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കറി വെക്കാനുള്ള പരിപാടി നോക്കാം. അതിനുശേഷം നമുക്ക് മീൻ ഒന്ന് വരാനുണ്ട്. വരുന്നതിന് ശേഷം നമുക്ക് മസാല വെച്ചിട്ട് വറുക്കാനുള്ള കൂട്ട് നോക്കണം. അപ്പോൾ ആദ്യം കറിയുടെ പരിപാടി നമുക്ക് നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് വറുക്കാനുള്ള നോക്കാം. അപ്പോൾ ഞാനൊന്ന് മാറ്റിയിട്ട് ഒരു ചെറിയൊരു ഉരുളി ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. ഒരു സ്റ്റീൽ പാത്രവും അതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറി എന്ന് പറയുമ്പോൾ സവാള വാട്ടിയിട്ടൊന്നുമല്ല വെക്കണം, നമ്മൾ വേവിച്ചിട്ടാണ് വെക്കണത്. അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തത്, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. പൊടി ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഞാൻ ഈ കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ആവശ്യമുണ്ട്, ഞാൻ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് ഞാൻ ഉപ്പ് ഇപ്പം തന്നെ ചേർക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണിത്. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ഒരു 2 കഷ്ണം കുടംപുളിയാണ് ഇതും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് കൈ കൊണ്ട് ശരിക്കും തിരുമ്മി കൊടുക്കാം. നല്ലോണം ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട്. ഇത് നമ്മൾ അങ്കമാലി മാങ്ങക്കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഈ ഒരു തരത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യണത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ പാലൊഴിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒഴിക്കുന്നത് തേങ്ങയുടെ 2-ാം പാലാണ്. നമുക്ക് 2-ാം പാൽ ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ടുള്ള തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല അത്യാവശ്യം നല്ല കളർ വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് എളുപ്പത്തിലാണ് ഞാൻ വെക്കുന്നത് മീൻകറി. ഇത് ഫ്രഷ് മീനായതുകൊണ്ട് നമ്മളിങ്ങനെ ആ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം നല്ലോണം കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുത്തിട്ട് കറി ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മീനും ഇതിനകത്ത് തന്നെ വേവിക്കാം. അപ്പോൾ നമ്മൾ ഈ കണമ്പായതുകൊണ്ട് ആ മീനിന് ഒരുപാട് വേവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തലപ്പാലം കൂടി ചേർത്ത് നമുക്ക് കറി ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് മീൻ വറുക്കാനുള്ള പരിപാടി വെക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എറണാകുളത്ത് എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വൈക്കിലേക്ക് ഇറങ്ങുക. ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ വരക്കി ചെന്ന് കഴിഞ്ഞാൽ ഫ്രഷ് മീൻ കിട്ടും. മേടിച്ച് ഈ രീതിയിലുള്ള കറി നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കത്തിച്ചു കൊടുക്കാം. നമുക്ക് കറി ഒന്ന് കറക്റ്റെടുക്കാം. അപ്പോൾ ഫ്രഷ് മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ച ഉടനെ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പെട്ടെന്ന് കറി വെച്ചോളും. ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റുന്നത് ആ ഒരു പച്ച മീൻ നമുക്ക് വേനാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന മീനാണ്. അപ്പോൾ നമുക്ക് വളരെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ കിട്ടിയ ഉടനെ നമ്മൾ കൊണ്ടുപോയിട്ട് അതപ്പോൾ തന്നെ കറിയൊക്കെ വർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ പുറമെ ഐസിട്ട് വന്ന മീനും അതുപോലെ അമോണിയിട്ട മീനും. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഈ വലയ്ക്കുന്നുള്ള മീൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഫ്രഷാണ്. ഫ്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് മീൻ ഉടനെ വലയിൽ വാരി എടുത്തിട്ട് ഞാൻ ആ വീഡിയോ കാണിച്ചോളാം. അപ്പോൾ നമുക്ക് അവിടെ പൊട്ടി കിട്ടും. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കറി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവർ വീട്ടിലേക്ക് എത്തുന്ന ദൂരം മാത്രമേ ഉള്ളൂ. കറി പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് കറി വെക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ അതാ ചെയ്തേക്കുന്നത്. എത്ര പെട്ടെന്ന് എളുപ്പത്തിലൊരു കറി ഞാൻ ഇപ്പോൾ റെഡിയാക്കിയാണ്. അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ വെട്ടിയ ഓൾമോസ്റ്റ് എല്ലാ മീനുകളിലും തന്നെ മുട്ട ഉണ്ടായിരുന്നു. ഈ കാണുന്ന സംഭവമാണ്, ഈ കാണുന്ന മഞ്ഞ കളർ, ഇതാണ് മുട്ട. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഒരു മീനിനൊഴികെ ബാക്കി എല്ലാ മീനുകളിലും മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന കണമ്പാണ്. അപ്പോൾ ഈ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും വലിയ തിരുത കണമ്പ് കിട്ടും. അതായത് നമ്മുടെ ഒരു കയ്യൻ്റെയൊക്കെ സൈസ് വലിപ്പം വരുന്ന മീനാണ്. അപ്പോൾ അത് അടുത്ത മാസം ഉണ്ടാവുന്ന പറഞ്ഞത്. കറി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തപ്പോൾ 1 2 3 4 8 മീനാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാനത് ചെറുതാക്കിയിട്ടൊന്നുമില്ല, വലിയ പീസായിട്ട് ഞാൻ മുഴുവനോടെ തന്നെ ഇട്ടേക്കണത്. അപ്പോൾ നമുക്ക് തീ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ എക്സ്ട്രാ മസാല പോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഉപയോഗിക്കാം. മീനിന് ഒരുപാട് വേവ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ വേവും. അതിനുശേഷം നമുക്ക് തുറന്നിട്ട് അതിലേക്ക് നമുക്ക് തലപ്പാലം വെച്ചിട്ട് നമുക്ക് കറി ഓടിക്കാം. അപ്പോൾ ഈ സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെ ഒരു മുളകിൻ്റെ ഒരു മാത്രം, അതായത് കാശ്മീരി ഒരുപാട് എരിവുകളൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ ചെറിയൊരു മധുരക്കോട് കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നമുക്ക് മീൻ വറക്കാനായിട്ടുള്ള ഒരു മസാല നമുക്ക് നോക്കാം. നമുക്ക് മീൻ വരഞ്ഞിട്ട് നമുക്ക് മസാല തേക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ നമുക്കിവിടെ എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ഞാൻ ചേർക്കുന്ന കുരുമുളക് പൊടി, പിന്നെ നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള വറക്കാൻ ആവശ്യമായിട്ടുള്ള ഇത്രയും മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് മസാല മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം ഒഴിച്ച് നല്ലോണം മസാല ഒന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക്. മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല കിട്ടിയാൽ മതി. ചെറിയൊരു നനവോടുകൂടിയുള്ള ഒരു മസാല മതി. മീനൊന്ന് വരച്ചെടുക്കണം. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ഈ മഞ്ഞൾ കാണുന്നത് മീനിൻ്റെ മുട്ടയാണ്. നമുക്ക് ജസ്റ്റ് മീനൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു 4-5 വര നമുക്ക് 2 സൈഡിലായിട്ട് വരഞ്ഞു കൊടുക്കുക. നമ്മൾ മീൻ വരയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും താഴത്ത് കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ വരയാൻ ശ്രമിക്കുക. കയ്യിൽ വെച്ച് വരയുമ്പോഴത്തേക്കും ആദ്യത്തെ 1-2 മീനൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് വരയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് മീൻ തെന്നി മാറിയിട്ട് കത്തിയൊന്ന് കൈ കൊള്ളാനായിട്ട് സാധ്യതയുണ്ട്. എന്തായാലും അങ്ങനെ സംഭവിക്കും. 2-3 മീൻ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ആവേശം കൂടും പെട്ടെന്ന് മുറിക്കാനായിട്ടുള്ള. ആ ഒരു ഇതിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ മീൻ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നി മാറും. എത്ര ശ്രദ്ധിച്ചാലും സംഭവിക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ ആവശ്യം കാണിച്ച് മീൻ മുറിക്കരുത്. അപ്പോൾ എല്ലാ മീനും ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് വാല് വെച്ചേക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീനിൻ്റെ ഒരു ഷോ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ വാല് വെച്ചത്. വറക്കുമ്പോഴത്തേക്കും കറിയിൽ ഞാനുള്ള മീനിൻ്റെ എല്ലാം വാല് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം മീനും വരഞ്ഞു കൊടുത്തിട്ട് നമുക്കിനി മസാല നമ്മുടെ മീനിൻ്റെ മുകളിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 10-15 മിനിറ്റ് ഒന്ന് വെക്കാം. വെച്ചതിന് ശേഷം നമ്മൾ വറക്കാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അപ്പുറത്ത് നമ്മൾ മീൻ വറുക്കാനായിട്ട് മുളക് പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറി എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. കറി നമ്മുടെ ഒഴിച്ച വെള്ളം, അതായത് നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കി അങ്ങനെ വന്നിട്ടുണ്ട്. അതിന് ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഉപ്പും പുളി പിടിച്ചിട്ടുണ്ട്. പുളി ഇതിന് മുമ്പിലാണ്, അധികം തൊട്ടുള്ള ഇതുപോലത്തെ ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടേക്കണം. ഇനിയിപ്പോൾ ഇതിങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല മാങ്ങയുടെ സീസണാണ്. പച്ച മാങ്ങ ഇട്ടു. എന്നിട്ട് മാങ്ങ മേടിച്ചിട്ട് ഒരു മാങ്ങയുടെ ഒരു അരഭാഗം 3/4 മതി പുളിയുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിക്ക് വെക്കാം. പിന്നെ ഈ മീൻ കറി നമുക്ക് ഒരു നേരം കൂട്ടാനേ പറ്റുള്ളൂ. തേങ്ങാപ്പാൽ വെച്ചുകൊണ്ട് നാളേക്കൊന്നും കൂട്ടാൻ പറ്റില്ല. സാധനം പെട്ടെന്ന് ചീത്തയായി പോകും. ഫ്രഷായിട്ട് മീൻ മേടിക്കുക, ഫ്രഷായിട്ട് ഉണ്ടാക്കുക. നമ്മളപ്പോൾ തന്നെ നമ്മൾ ചോറിനൂടെ കഴിച്ച് പരിപാടിയായിട്ട് തീർക്കുക. അപ്പോൾ നമ്മുടെ മീൻ കറി ഒന്ന് പറ്റി കുറിയുന്നുണ്ട്. നല്ല കളറൊക്കെ ആയിരുന്നു. നമ്മൾ പൊടി ഇതൊന്നും എണ്ണയിലൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചിട്ട് നമ്മൾ ഒരുമിച്ചിട്ട് നമ്മൾ വേവിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു മീനിൻ്റെ ഒരു പച്ച നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തേക്കുന്നത്. എല്ലാം പച്ചയായിട്ടാണ് നമ്മൾ ചേർത്തേക്കണം. അപ്പോൾ ഈ പാലി കിടന്നിട്ടാണ് നമ്മുടെ 2ാം പാലി കിടന്നിട്ടാണ് മീൻ വെന്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി ആ വെള്ളം, അതായത് തേങ്ങ 2ാം പാലൊന്ന് വഴി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയുടെ 1ാം പാല് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അതുകൊണ്ട് കറി നമ്മുടെ റെഡിയായി. നമ്മുടെ കറി കറിയിലെ മീൻ നല്ലോണം വെന്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് വേവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ കളമ്പായതുകൊണ്ട് ഞാൻ ഈ കഴുത്തിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ ഈ പറഞ്ഞ എപ്പോഴെങ്കിലും കത്തി കൊണ്ടൊന്നും മുറിയുന്നതിൽ ചേർന്നെങ്കിൽ അപ്പോൾ അതിന് മീൻ ഒടിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു വേവ് മതി. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങയുടെ തലപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തുവെച്ചത്. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ പാല് ആദ്യത്തെ പാൽ അടിച്ചെടുത്തത്. നല്ല കട്ടിയായിട്ടുള്ള പാലല്ല, ഇത് ഇച്ചിരി വെള്ളം ചേർത്ത് എടുത്താണ്. അപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് മതി. പിന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കൂടി ഒന്ന് ചൂടൊന്ന് എത്തിക്കോട്ടെ. അപ്പോൾ ഇനി ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആ ഉള്ള ചൂടിൽ തന്നെ എല്ലായിടത്തേക്കും ഒന്ന് ചൂടെത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ, അതായത് വേമ്പനാട്ട് കായലിൽ നിന്ന് കിട്ടിയ നമ്മുടെ കളമ്പാണ്. നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത മീനാണത്. ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. പക്ഷേ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ പച്ച ടേസ്റ്റ് കിട്ടും. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ കൂടുതൽ ആ ഒരു രുചി വരുന്നത്. നിങ്ങളെല്ലാവരും ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയി വരുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട്
അതായത് നമുക്കൊരു തവ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാമ്പ് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ കണമ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കറി. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കയ്യിലിട്ടൊന്നും വെക്കരുത്. അപ്പോൾ അത് അടുക്കി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഈ റൗണ്ട് നമ്മളിങ്ങനെ വട്ടമൊന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ആയിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ നേരത്തെ പോലെയുള്ള നല്ലോണം കറി വറ്റി കുറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മീൻ വറുക്കാനായിട്ടുള്ള തവ വെച്ച് കൊടുക്കാം. അപ്പോൾ മീൻ വറുക്കാനായിട്ടുള്ള തവ വെച്ചിട്ടുണ്ട്. തവ ചൂടായി, ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ വറുക്കുന്ന വെളിച്ചെണ്ണയിലാണ്. ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ വറുത്തെടുക്കാം. അപ്പോൾ ഇതിൽ എല്ലാത്തിലും മുട്ടയുള്ള കണമ്പാണ്. നമുക്ക് മീൻ ഓരോന്നായിട്ട് കൊണ്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ അതിൽ 6 മീനാണ് നമ്മൾ വറുക്കാൻ വേണ്ടി എടുത്തത്. നമ്മൾ മീൻ വറുക്കാൻ ഇട്ടുണ്ട്. ഇനി ഒന്ന് മുരിഞ്ഞ് കിടട്ടെ. അത് നമുക്ക് മറ്റേ സൈഡിൽ നമുക്ക് വറുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട ഫ്രൈ ചെയ്യാനായിട്ട്. നടുക്ക് ആദ്യമായിട്ട് മീൻ നല്ല ഇതായിട്ട് നമ്മൾ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട മീൻ ഫ്രൈ ആവാൻ വേണ്ടി. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്താണ്. അപ്പോൾ അത് രണ്ടുമൊന്ന് ആയിട്ടുണ്ട്. സൈഡിലുള്ള നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമുക്ക് കുറയ്ക്കാം. ഒരുപാട് അങ്ങനെ മുരിച്ച് കഴിക്കണ്ട. നമുക്കൊരു അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു പച്ചപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ മുരിച്ചെടുക്കാം. മീൻ ഇപ്പോൾ ഈ സൈഡിലുള്ള മീനായിട്ടില്ല. പിന്നീട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. ബാക്കി മറിച്ചിട്ട് മീനായിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട മീൻ റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് എണ്ണയിൽ കോഴി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളമില്ല, നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് മീൻ. അത് ഇതേ കൂടുതൽ നമുക്ക് ഫ്രൈ ആകുന്നത് അത് മതി. ആദ്യത്തെ 3 കൂടി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ സൈഡിൽ ഇട്ട മീൻ നമുക്ക് ഫ്രൈ നിന്ന് അടുത്തോട്ട് നമുക്ക് കൊടുക്കാം. ഇതുകൂടി ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. മീൻകറി പിന്നെ കണമ്പ് ഫ്രൈ ചെയ്തു റെഡി ആയിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലത്തെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് വൈപ്പിൽ വലക്കി പോയി വാങ്ങിച്ച കണമ്പ് തേങ്ങാപ്പാൽ വെച്ചിട്ട് കറിയും വെച്ചിട്ടുണ്ട്. അതുപോലെ കണമ്പ് വറുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വൈപ്പിലേക്ക് ചെയ്യുക, മീൻ മേടിക്കുക, അതുപോലത്തെ റെസിപ്പികൾ നിങ്ങൾ ട്രൈ ചെയ്യുക.